തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയം നഷ്ടപ്പെട്ടുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നല്ലെന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചാളുകൾ മാത്രം പശ്ചിമ ബംഗാൾ സന്ദർശിക്കുകയും അമ്ര ഏഖാനെ താക്കാബോ ഹം രഹ്നെ കേലിയെ ആയേ ഹെ എന്ന് പറയുകയും ചെയ്യുന്നു എന്നത് തികച്ചും വ്യക്തമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ തോൽക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ അവർ പറന്നുപോയി അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തും കാണാനില്ല. ഒരു പാർട്ടി 150 സീറ്റുകളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തുകയും 177 സീറ്റുകളിൽ വിജയിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ആരാണ് അപകടത്തിലായതെന്നും ആരാണ് വിജയസാധ്യതയുള്ളതെന്നും വളരെ വ്യക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാകും, ഗവൺമെന്റ് എന്ത് ചെയ്തു, ആരാണ് എന്ത് ചെയ്യുമെന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രംഗത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മുങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ SIR-നെ കുറിച്ച് മാത്രമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുമാത്രമായി വന്നിരിക്കുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങൾ എല്ലാവരും അക്കാഡമിക രംഗത്തുള്ളവരാണ്. ഞങ്ങൾ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു നല്ല ഭാവിക്ക് വേണ്ടി. ഞങ്ങളൊരു കാര്യങ്ങളെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ അധികാര വ്യവസ്ഥിതി അങ്ങനെയുള്ളത് കൊണ്ട് അവർ ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ എതിരായി എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു വ്യക്തിപരമായ ഇടം എന്ന് കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും തങ്ങളുടെ പ്രസ്താവന പിൻവലിക്കാൻ പലരും നിർബന്ധിതരാകുന്നു. നമ്മളൊരു പരിഷ്കാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും, നമ്മൾ ഒരു വ്യത്യസ്ത ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും നമുക്ക് വേണ്ടി ശരിയായ ഒരു ഗവൺമെന്റ് ഇനി ഇല്ല. അത് നമുക്ക് വേണ്ടി ദോഷം കുറഞ്ഞതിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് അതിജീവിക്കാനെങ്കിലും കഴിയും. കാരണം ജോലി ചെയ്യുന്നതും അക്കാദമിക് രംഗത്തായിരിക്കുന്നതും ഇപ്പോൾ അതിജീവനത്തെക്കുറിച്ചാണ്. അത് പഠനത്തെക്കുറിച്ച് കുറവും അതിജീവനത്തെക്കുറിച്ച് കൂടുതലുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ BJP സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്ത്രീകളുടെ ഒരു ആദ്യ രൂപത്തെ ചിത്രീകരിക്കാനാണ്. അത് ആത്യന്തികമായി അവർക്ക് കുറഞ്ഞ സ്വാതന്ത്ര്യം നൽകും. നമുക്കുള്ള ഭൗതികതയെല്ലാം അവരെടുത്തു കളയും. കാരണം ബംഗാൾ ഭൗതികതയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ സർക്കാർ വരികയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ബംഗാളിയിലുള്ള നമ്മുടെ തനിമയും നശിപ്പിക്കപ്പെടും. മമതാ ബാനർജി ദോഷം കുറഞ്ഞവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്നല്ല, പക്ഷേ നമ്മൾ അതിജീവിക്കുകയെങ്കിലും ചെയ്യും എനിക്ക് തോന്നുന്നു. അവർ നമ്മളെ ചിരിക്കാൻ അനുവദിക്കും. അവിടെ തീർച്ചയായും സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, പിന്നെ റിക്രൂട്ട്മെന്റ് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 12-20% ജോലി പോലെ. വേറെ ഏതെങ്കിലും സർക്കാർ വന്നാൽ നമുക്ക് അതുപോലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പാർട്ടികളും സാധാരണ ജനങ്ങളുടെ മുന്നിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നോക്കൂ, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് ദീദി കാണിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പദ്ധതികളുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾ കന്യാസ്ത്രീ ചെയ്തു, ഞങ്ങൾ ലോക്കി ഭണ്ഡാർ ചെയ്തു എന്നും. BJP കാണിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് ജോലികൾ തരും, ഞങ്ങൾ ഇവിടെ വലിയ വ്യവസായങ്ങൾ കൊണ്ടുവരും എന്നുമാണ്. വലിയ വ്യവസായം ഒരു വലിയ പ്രശ്നമാണ്. കാരണം പശ്ചിമ ബംഗാളിൽ വലിയ വ്യവസായങ്ങളില്ല. അതുകൊണ്ട് അവർ കാണിക്കുന്നത് അവർ പശ്ചിമ ബംഗാളിൽ വലിയ വ്യവസായങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് യുവാക്കൾ യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയോ ആ മാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ പ്രായമാളുകൾക്ക് അവർക്ക് ഈ സർക്കാരിനെ ഇഷ്ടമാണ്. അതിനർത്ഥം ഇതിനെ പ്രോ ഇൻകംബൻസി എന്ന് പറയുന്നു. അതിനാൽ ഇവിടെ 2 വിഭജനമുണ്ട്. യുവാക്കൾ എന്ന് വെച്ചാൽ 40-ൽ താഴെയും 50 വരെയും പ്രായമുള്ളവർ. ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ വിദ്യാസമ്പന്നരായ ആളുകൾ, കൂടുതലും നഗരങ്ങളിലെ ആളുകൾ, ഈ സംവിധാനം മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ 60-ന് മുകളിൽ പ്രായമുള്ളവർ ഈ സംവിധാനം തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും മോശം അവസ്ഥയിലാണ്. കഴിഞ്ഞ 50 വർഷമായി ഒരു അടിയന്തരാവസ്ഥ നടക്കുകയാണ്. ആദ്യം 34 വർഷം CPM-ൻ്റേതും തുടർന്ന് 15 വർഷം ETMC-യുടേതും. ഞങ്ങൾ ജനാധിപത്യം ആഗ്രഹിക്കുന്നു. ഏത് പാർട്ടി വന്നാലും ആളുകൾക്ക് സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയട്ടെ. ശരിക്കും ഒരു ജനാധിപത്യ പശ്ചിമ ബംഗാളിനെ ഞങ്ങൾക്ക് തിരികെ ലഭിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടക്കാനിരിക്കുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ പുരോഗതികളിൽ പശ്ചിമ ബംഗാളിന് വളരെ ക്രിയാത്മകമായി പങ്കുചേരാൻ കഴിയണം. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ നടക്കുന്നത് വിവിധ പാർട്ടികൾ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തു. മാധ്യമങ്ങൾ അതെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുന്നു.
ഞങ്ങൾക്ക് സ്വതന്ത്രവും പരമാധികാരവുമായ അഭിപ്രായമാണ് വേണ്ടത്. 1 കോടിയോളം പേരിൽ 60 ലക്ഷം പേർ സാറിൻ്റെ ഇതിലുണ്ട്. അതിനു മുൻപ് ഒരുപാട് ആളുകളുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 കോടിയോളം ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ഇവരിൽ ചില ആളുകൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കപ്പെടേണ്ടവരായിരുന്നു, എന്നാൽ ബാക്കിയുള്ളവർ ഒഴിവാക്കപ്പെടേണ്ടവരായിരുന്നില്ല. ഇതിൽ ഭൂരിഭാഗവും കാണുന്നത് എല്ലാവരും താഴ്ന്ന വർഗത്തിൽപ്പെട്ട മനുഷ്യരാണെന്നാണ്. തങ്ങളുടെ രേഖകൾ കാണിക്കാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യർ. അവരുടെ കയ്യിൽ രേഖകളേ ഇല്ല, അവർ സ്കൂൾ പാസ്സായിട്ടില്ല, അധ്വാനിച്ച് ജീവിക്കുന്നു. ഈ എല്ലാ മനുഷ്യരുടെയും വ്യക്തിത്വം തട്ടിയെടുക്കുകയാണെങ്കിൽ, അവരുടെ പൗരത്വം തട്ടിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അതീവ അപകടകരമാണ്. നിങ്ങളുടെ ഇലക്ഷൻ SIR നടക്കട്ടെ, പക്ഷേ ഇത്രയധികം ആളുകളുടെ പേര് ഒഴിവാക്കി ഈ നടക്കുന്ന ഇലക്ഷൻ ഇതൊരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു അവസ്ഥയിലാണ്. ആശയക്കുഴപ്പം. ഒരു വശത്ത് നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയിൽ പിന്നോട്ട് പോകുന്നു. മറ്റൊരു വശത്ത് വലിയൊരു വിഭാഗം ആളുകൾ വോട്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. അതിനാൽ മൊത്തത്തിലുള്ള കാര്യം വളരെ താറുമാറായതാണ്. നമുക്കെല്ലാവർക്കും സമാധാനപരമായ ഒരു സംസ്ഥാനം വേണം, വളരുന്ന ഒരു സംസ്ഥാനം. പശ്ചിമ ബംഗാളിൽ SIAയുടെ പേരിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മാനസികമായ പീഡനത്തിനിരയാകുന്നു. എന്നാൽ ഇത് മനുഷ്യരുടെ അവകാശമാണ്. വോട്ടവകാശം എന്നാൽ മനുഷ്യരുടെ അവകാശമാണ്. കുറച്ച് ആളുകളുടെ പേരുകൾ ഒഴിവാക്കി വോട്ട് നടത്തുന്നത് ഒരു പ്രഹസനമായി മാറും. ഞങ്ങൾക്ക് ഈ പ്രഹസനം വേണ്ട. എല്ലാവരും നിഷ്പക്ഷമായി അവരവരുടെ വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ രൂപീകരിക്കട്ടെ. മതത്തിന്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഏത് പാർട്ടിയായാലും അത് നിർത്തണം. ഞങ്ങൾക്ക് വിദ്വേഷം വേണ്ട, ഞങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടത്. ബംഗാളി ഭാഷ നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ SIRന്റെ പേരിൽ നടക്കുന്ന ഈ പീഡനം അവസാനിക്കണം. ഏത് പാർട്ടി ജയിക്കുമെന്ന് പറയാൻ പ്രയാസമാണ്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് യഥാർത്ഥത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. മുഴുവൻ തെരഞ്ഞെടുപ്പും ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. പണം കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഒന്നും തന്നെ ആ രീതിയിൽ പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോഴത്തെ തലമുറ പോകുന്ന ഈ വഴിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസവും ആരോഗ്യവും ക്രമസമാധാനവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എൻ്റെ ബന്ധുക്കളെയും ഓർത്ത് ആശങ്കാകുലരാണ്. കൂടാതെ പുതിയ തലമുറ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിന് ആ ഒരു പ്രാധാന്യം ഇപ്പോഴില്ല. ഈ മുഴുവൻ സിസ്റ്റവും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ആരുടെ കയ്യിലാണോ പണമുള്ളത് അവരായിരിക്കും ജയിക്കുക. എന്നാൽ ഇതൊരു തെരഞ്ഞെടുപ്പല്ല.